ദാമ്പത്യ ജീവിതത്തിൽ വിശ്വാസവും സ്നേഹവും എല്ലാം പ്രധാനപ്പെട്ടതാണ്. ഭർത്താവും ഭാര്യയും തമ്മിലുള്ള സ്നേഹവും ഐക്യവുമാണ് ഏതൊരു ദാമ്പത്യ ജീവിതത്തിൻ്റെയും വിജയം. എന്നാൽ പലപ്പോഴും ഭർത്താക്കന്മാരുടെ പെരുമാറ്റത്തിൽ ഭാര്യമാർക്ക് സംശയം തോന്നാറുണ്ട്, തിരിച്ചും തോന്നാറുണ്ട്. എന്തായാലും ഈ വീഡിയോയിൽ നിങ്ങളുടെ ഭർത്താവിന് ഇഷ്ടക്കുറവുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ എന്തെങ്കിലും ഒരർത്ഥത്തിൽ വഞ്ചിക്കുകയാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? ഇവിടെ പറയുന്ന 7 ലക്ഷണങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പക്ഷേ ഈ 7 കാര്യങ്ങൾ കൊണ്ട് ഭർത്താവ് നിങ്ങളെ വഞ്ചിക്കണം എന്നില്ല. ഇനി ഉണ്ടായില്ല എന്ന് കരുതി വഞ്ചിക്കില്ല എന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ എത്രയൊക്കെ നന്നായി നടന്നാലും നിങ്ങളോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ടാകും: നിനക്ക് കുറച്ച് ഭംഗിയായി നടന്നൂടെ, എനിക്ക് നിന്നെ വളരെ ഇഷ്ടമാണ്, പക്ഷേ നിനക്ക് നന്നായിട്ടൊന്ന് നടന്നൂടെ, ഞാൻ രാത്രി വീട്ടിൽ വരുമ്പോൾ നന്നായിട്ടൊന്ന് നിന്നാൽ എന്താ, ഞാൻ പുറത്തു പോയി വരുമ്പോൾ നിനക്ക് ഇത്തിരി വൃത്തിയായി നിന്നുകൂടെ എന്നൊക്കെയുള്ള രീതിയിൽ നിരന്തരമായി നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് തന്നെ ഉത്തമ ബോധ്യമുണ്ടാകും നിങ്ങൾ വളരെ മാന്യമായിട്ടാണ് വസ്ത്രം ധരിച്ചിരിക്കുന്നത്, വൃത്തിയായിട്ടാണ് നിൽക്കുന്നത്. എന്നാലും ഭർത്താവ് അതിലൊരിക്കലും തൃപ്തനായിരിക്കില്ല. അദ്ദേഹം എപ്പോഴും എന്തെങ്കിലും തരത്തിൽ നിങ്ങളെ വീണ്ടും വീണ്ടും ഇങ്ങനെ കാര്യത്തിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. കുറച്ചുകൂടി നിനക്ക് വൃത്തിയായിക്കൂടെ എന്ന തരത്തിൽ എപ്പോഴും പറയുന്നുണ്ടെങ്കിൽ, അത് നിരന്തരമായി പറയുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും അത്തരം കാര്യമൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, സാധാരണ ഒരു ജീവിതത്തിൽ ഇടയ്ക്കൊക്കെ ഭർത്താവും ഭാര്യയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പറയാറുണ്ട്. പക്ഷേ നിരന്തരമായി നിങ്ങൾ എത്രയൊക്കെ നന്നായി നിന്നാലും അത് വീണ്ടും നിങ്ങളോട് അത് ശരിയല്ല ശരിയല്ല എന്ന തരത്തിലാണ് നിങ്ങളുടെ ഭർത്താവ് പെരുമാറുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സൂക്ഷിക്കാവുന്നതാണ്. നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾ കല്യാണം കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾക്കായിരുന്നു നല്ലൊരു പ്രാധാന്യം നൽകിയിരുന്നത്. പിന്നീട് കാലക്രമേണ ആ പ്രാധാന്യം മറ്റു ചില സുഹൃത്തുക്കളോട്, അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കളോട്, മറ്റു ചിലരിലേക്ക് പോകുന്നതായി നിങ്ങൾക്ക് തോന്നുന്നത്. ഉദാഹരണത്തിന്, നിങ്ങൾ ഭർത്താവും ഒന്നിച്ച് എവിടെയെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്ന സമയത്ത്, അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് എനിക്കിപ്പോൾ, എൻ്റെ സുഹൃത്തിനെ കാണുന്നതാണ് വലിയ കാര്യം എന്ന തരത്തിൽ നിരന്തരമായി സംഭവിക്കുകയാണെങ്കിൽ, 1 or 2 കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കാം. പക്ഷേ പലപ്പോഴും നിങ്ങൾക്ക് ഉറച്ച ബോധ്യമുണ്ട്, നിങ്ങളെക്കാൾ പ്രാധാന്യം ഒരു അടുത്ത സുഹൃത്തിന് നിങ്ങളുടെ ഭർത്താവ് കൊടുക്കുന്നുവെങ്കിൽ അത്തരക്കാരെയും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. കാരണം അദ്ദേഹത്തിന് നിങ്ങളോട് വലിയ താല്പര്യമില്ല എന്നതിൻ്റെ വലിയ സൂചന തന്നെയാണ് ഇത്. നിങ്ങളോടൊപ്പം സമയം ചിലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു സുഹൃത്തിനോടോ അല്ലെങ്കിൽ മറ്റെവിടെയോ അദ്ദേഹം സംതൃപ്തി കണ്ടെത്തുന്നു എങ്കിൽ, അല്ലെങ്കിൽ സമാധാനം കണ്ടെത്തുന്നു എങ്കിൽ, തീർച്ചയായിട്ടും അത്തരക്കാരെ ഒന്ന് ശ്രദ്ധിക്കുന്നതാണ് നല്ലത്. നിരന്തരമായി നിങ്ങളെ മറ്റു സ്ത്രീകളുമായി താരതമ്യം ചെയ്യുക, അതാണ് ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും പതിവിൽ നിന്ന് വ്യത്യസ്തമായി മറ്റു സ്ത്രീകളുടെ വിശേഷണങ്ങൾ പറഞ്ഞുകൊണ്ട് നിരന്തരമായി നിങ്ങളെ ആ സ്ത്രീകളുമായി താരതമ്യപ്പെടുത്തുന്നു എങ്കിൽ, അത്തരം ഭർത്താക്കന്മാർ നിങ്ങളെക്കാൾ കൂടുതൽ മറ്റു സ്ത്രീകളിൽ നല്ല ഗുണങ്ങൾ കണ്ടെത്തുന്നു. അതായത് നിങ്ങളിൽ അവർ കുറവുകൾ കണ്ടെത്താൻ തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണ് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതായത് വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ നിങ്ങളോടൊപ്പം വളരെ നന്നായി പെരുമാറിയിരുന്ന ഭർത്താവ് കുറേ നാൾ കഴിയുമ്പോൾ മറ്റുള്ള സ്ത്രീകളുടെ ഗുണങ്ങളുമായി നിങ്ങളുടെ സ്വഭാവത്തെ താരതമ്യപ്പെടുത്തുക, നിങ്ങളെക്കാൾ ഭേദം അവരാണെന്ന് പറയുക, അല്ലെങ്കിൽ നിനക്കവളെ കണ്ടു പഠിച്ചൂടെ, അവളെപ്പോലെ ആയിക്കൂടെ എന്ന തരത്തിലൊക്കെ നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ, നിരന്തരമായി സംസാരിക്കുകയാണെങ്കിൽ, തീർച്ചയായിട്ടും അത്തരക്കാരെ സൂക്ഷിക്കാവുന്നതാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്,
നിങ്ങളുടെ സാമീപ്യം എപ്പോഴും നിങ്ങളുടെ ഭർത്താവിനൊരു ശല്യമായി തോന്നുന്നുണ്ടെങ്കിൽ, അതായത് എനിക്കൊരു സമാധാനം തന്നൂടെ, എന്തിനാണ് ഇങ്ങനെ പിന്നാലെ നടന്ന് നീ എന്നെ ശല്യപ്പെടുത്തുന്നത്, എന്തിനാണ് ഇങ്ങനെ പിന്നാലെ നടന്ന് ഓരോന്ന് ചോദിക്കുന്നത്, അങ്ങനെ എപ്പോഴും ഇപ്പോൾ ഒരു മനുഷ്യൻ വല്ലപ്പോഴുമൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് ഭാര്യയോ മറ്റാരെങ്കിലോ ആ സമയത്ത് ശല്യപ്പെടുത്തിയാൽ സ്വാഭാവികമായിട്ട് കുറച്ചു നേരമൊന്ന് എന്നെ വെറുതെ വിടൂ എന്ന് പറയുന്നത് സർവ്വസാധാരണമാണ്. എന്നാൽ നിരന്തരം എപ്പോഴൊക്കെ സ്നേഹത്തോടെ വന്ന് എന്തേ വൈകിയത്, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നൊക്കെ സ്നേഹത്തോട് ചോദിക്കുന്ന അവസരങ്ങളിൽ ബോധപൂർവം നിങ്ങളെ നിരസിച്ചുകൊണ്ട് നിങ്ങളോട് പറയുകയാണ്, എനിക്ക് കുറച്ച് സമാധാനം വേണം, നീ ഇത്തിരി എന്നെ വെറുതെ വിട് എന്ന അർത്ഥത്തിൽ എപ്പോഴും നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക, നിങ്ങൾ വരുമ്പോൾ ഒക്കെ തന്നെ ഒരു തരത്തിലുള്ള ഒരു ശല്യപ്പെടുത്തൽ അനുഭവിക്കുന്നതായി നിരന്തരം നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ അത്തരം ഭർത്താക്കന്മാരെയും ഒന്ന് സൂക്ഷിക്കുക. നീലച്ചിത്രങ്ങളോട് അമിതമായ താല്പര്യം നിങ്ങളുടെ ഭർത്താവിനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെയും ചില കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. സാധാരണഗതിയിൽ ഒരു മേച്ചറായിട്ടുള്ള ആളുകളൊക്കെ തന്നെ നീലച്ചിത്രങ്ങൾ ആസ്വദിക്കാറുണ്ട്. നിരവധി പഠനങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അതൊരു പരിധിക്ക് അപ്പുറത്തേക്ക് ഭാര്യയേക്കാൾ പ്രാധാന്യത്തോടു കൂടി കണ്ടുകൊണ്ട് നീലച്ചിത്രം നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു സ്ഥാനം പിടിക്കുക ആണെങ്കിൽ തീർച്ചയായിട്ടും അത്തരം ഭർത്താക്കന്മാരെ നിങ്ങൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇത്തരം ചിത്രങ്ങളിൽ കാണുന്ന ഓരോന്നിനോടും നിങ്ങളോട് അത് ചെയ്യാനായി പ്രേരിപ്പിക്കുക. അതുപോലെ നിങ്ങളെ താരതമ്യപ്പെടുത്തി നിങ്ങളെ കൊണ്ട് പലതും ചെയ്യിക്കുക. ഇത്തരം സ്വഭാവങ്ങൾ, ഇങ്ങനെയൊരു അനുകരണ സ്വഭാവം പുലർത്തുന്ന ഭർത്താക്കന്മാർ തീർച്ചയായിട്ടും നിങ്ങളോട് ആത്മാർത്ഥമായ പ്രണയമില്ലാത്തവരാണെന്ന് നമുക്ക് ഉറപ്പായും തന്നെ മനസ്സിലാക്കാൻ സാധിക്കും എന്ന് പഠനങ്ങൾ പറയുന്നു. ഭാര്യമാരെ വഞ്ചിക്കുന്ന അല്ലെങ്കിൽ ഭാര്യമാരോട് താല്പര്യമില്ലാത്ത ഭർത്താക്കന്മാരുടെ ഒരു സ്വഭാവമാണ് അവരോടുള്ള സംസാരം തന്നെ കുറയ്ക്കുക എന്നത്. ഒരു ദിവസം ധാരാളം സംസാരിച്ചു കൊണ്ടിരുന്ന ഭർത്താവ് ക്രമേണ ഭാര്യയോട് സംസാരിക്കാതെയാവുന്നു, കാര്യങ്ങൾ പങ്കുവെക്കാതെയാവുന്നു. അവൾക്കൊപ്പം ഒരു തരത്തിലും സംസാരിക്കാൻ താല്പര്യമില്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് മാറുന്നു. ഇത്തരക്കാരെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ് ഈ രംഗത്ത് വിവിധ പഠനങ്ങൾ ഒക്കെ തന്നെ ചൂണ്ടിക്കാട്ടുന്നത്. കാരണം നിങ്ങൾ പറയുന്നത് ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ അയാളെ ബാധിക്കുന്നില്ല, അതിലൊന്നും ശ്രദ്ധ വയ്ക്കുന്നില്ല, അതിൻ്റെ കാര്യം ഇല്ല എന്നാണ് കരുതുന്നത്. പങ്കാളിയുടെ ചെറിയ ചെറിയ പരിഭവങ്ങൾ പറയാതിരിക്കുന്നത് കള്ളത്തരമാണ് എന്ന് മനഃശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. ഭാര്യയുമായി വൈകാരികമായ അടുപ്പം കാണിക്കാത്ത ആൾ വഞ്ചിക്കാനുള്ള സാധ്യത ഏറെയുണ്ടെന്ന് പഠനങ്ങൾ ഉറപ്പിച്ചു പറയുന്നു. ഭാര്യയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള വേദനകളിലും പീഡനങ്ങളിലും യാതൊരു കൂസലുമില്ലാതെ നിൽക്കുന്ന ഒരു ഭർത്താവ്, അതുമാത്രമല്ല താൻ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് ധരിക്കുന്ന ഭർത്താക്കന്മാർ, ഇത്തരക്കാരെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഭാര്യയുടെ കയ്യിൽ ഒരു മുറിവ് പറ്റി, അത്യാവശ്യം നല്ല രീതിയിൽ ഒരു മുറിവ് പറ്റി, ചോര പൊടിയുമ്പോഴും അത് കണ്ടില്ല, അല്ലെങ്കിൽ എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന തരത്തിൽ, ഇതൊക്കെ എന്ത് നിസ്സാരം എന്ന തരത്തിൽ അതിനെ അവഗണിക്കുന്ന ആളുകൾ. ഭാര്യ വേദനിക്കുമ്പോൾ അല്ലെങ്കിൽ ഭാര്യ മാറിയിരുന്ന് കരയുമ്പോഴും അവളെ ആശ്വസിപ്പിക്കാൻ തയ്യാറാകാതെ, ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന തരത്തിൽ അവിടെ നിന്ന് കടന്നു പോകുന്ന ഒരാളാണെങ്കിലും തീർച്ചയായിട്ട് അത്തരക്കാരിലും ഒരു വഞ്ചന സാധ്യത കൂടുതലായിട്ടുള്ള വ്യക്തികൾ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പഠനങ്ങളൊക്കെ പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇവയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം സംഭവിച്ചു എന്ന് കരുതി നിങ്ങൾ നാളെ മുതൽ ഭർത്താവിനെ സംശയിക്കേണ്ട കാര്യം ഒന്നുമില്ല. ഇത് ചില പഠനങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. വേണമെങ്കിൽ ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക് ഇത്തരം കാര്യങ്ങൾ കരുതിയിരിക്കാം. എന്നതിന് അപ്പുറം ഒരിക്കലും സംശയരോഗം ദാമ്പത്യ ജീവിതത്തിൽ ഒട്ടും നല്ലതല്ല. അതുകൊണ്ട് തന്നെ
ഈ വീഡിയോ ഒരു പോസിറ്റീവായി എടുക്കുക.